അപ്പൊ നമുക്ക് ഇന്നത്തെ പഠന വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പുതിയ വിഷയം ആരംഭിക്കുകയാണ്. പുതിയൊരു ബുക്കിനെ കുറിച്ച്. പുതിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഇത് പുതിയതാണ് എന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഈ ബുക്കിനെ കുറിച്ച് ഒരു അവലോകനം മുൻപ് നടത്തിയിട്ടുണ്ട്. വായനാ ദിനത്തിന്റെ അന്ന് ഈ ഒരു ബുക്കിനെ കുറിച്ച് മൊത്തമായ ഒരു അവലോകനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിലേക്ക് പഠിക്കുകയാണ്. അതായത് 21 ദിവസം എടുക്കുമെന്ന് 21 ദിവസം കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ആഴത്തിൽ അവഗ്രഹിച്ച് പഠിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പൊ ലോകപ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർമാരിൽ ഒരാളായ, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് ഓരോ വർഷവും തൻ്റെ പ്രഭാഷണങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന 25,000 അല്ലെങ്കിൽ 2,00,000 പേരിലേക്ക് ഓരോ വർഷവും പ്രഭാഷണങ്ങൾ ചെയ്ത് നടത്തുവാറുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബ്രയാൻ ട്രേസി എന്ന മോട്ടിവേഷണൽ സ്പീക്കർ. അദ്ദേഹത്തിന് സ്വന്തം അനുഭവങ്ങളിലൂടെ നേരിട്ട കാര്യങ്ങളിൽ നിന്നിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് ചിലർ എല്ലാ ലക്ഷ്യങ്ങളും നേടുമ്പോൾ മറ്റു ചിലരാവട്ടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ജീവിതാവസാനം വരെ സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അവശേഷിക്കുകയാണ് ഉണ്ടാവുന്നത്. അതിലൊക്കെ പ്രധാനമായിട്ട് ട്രേസി പറയുന്നത്, നമുക്ക് ഇന്ന് ഉള്ള ധൂർത്തുകളിൽ ഏറ്റവും വലുത്, നമ്മൾ ധാരാളിത്വത്തെ കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നവരാണ്. അപ്പം ഏറ്റവും അധികം നമ്മൾ പറയാറുള്ളത് പണത്തിന്റെ ധൂർത്ത്, വളരെയധികം പണം ചിലവഴിക്കുന്ന ആൾ. ഇപ്പൊ അടുത്ത കാലത്ത് അംബാനിയുടെ പുത്രന്റെ വിവാഹം വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ കമന്റുകൾ. ഇത്രയധികം തുക ചിലവാക്കി എന്തിനാണ് ഒക്കെ വിവാഹമൊക്കെ നടത്തുന്നത്? അല്ലെങ്കിൽ ഇത് പാവപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ സഹായിച്ചുകൂടെ? വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൂടെ? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തൂടെ? എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമന്റ്സ്. അതിപ്പോ ഈ ഒരു അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ മാത്രമല്ല, ഇതുപോലെ വിലപിടിപ്പുള്ള എന്ത് കാര്യങ്ങൾ കണ്ടാലും അതിനെ ഇങ്ങനെ നമ്മൾ വിമർശിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഏതാണ്ട് വിമർശനത്തിലേക്ക് പോകുന്നത് കാണാൻ. അങ്ങനെ വരുമ്പോ അതുപോലെ തന്നെ മറ്റൊരു ധൂർത്ത്, നമുക്ക് വില കൂടിയ മറ്റ് സ്ഥാപന ലിംഗ വസ്തുക്കൾ വാങ്ങുക. വീട് പണിയുമ്പോഴാണെങ്കിലും കാർ വാങ്ങുമ്പോഴാണെങ്കിലും നമുക്കുള്ള വാഹനങ്ങളോ മറ്റെന്ത് കാര്യങ്ങൾ വാങ്ങുമ്പോഴും അതൊക്കെ വിലപിടിപ്പുള്ളത് വാങ്ങുമ്പോൾ അവിടെയും നമ്മൾ ധൂർത്തിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഇവിടെ ബ്രയാൻ ട്രേസി പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ധൂർത്ത് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധൂർത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ധൂർത്ത് എന്ന് പറയുന്നത് സമയം വെറുതെ കളയുക എന്നുള്ളതാണ്. സമയമാണ് നമ്മൾ കളയുന്ന, അല്ലെ നമ്മൾ ചിലവഴിക്കുന്ന ഏറ്റവും വലിയ ധൂർത്ത്. കാരണം ഇതിൽ ആദ്യമേ പറഞ്ഞു, സ്വപ്നങ്ങൾ എല്ലാവരും കാണുന്നു. സ്വാഗത പ്രാസംഗിക ആദ്യം പറഞ്ഞു, സ്വപ്നങ്ങൾ എല്ലാ വ്യക്തികളും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കുറച്ചാളുകൾ മാത്രം സ്വപ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ കാരണം സമയം വളരെ കുറച്ചേ അവർ ആ കാര്യത്തിന് വേണ്ടി എടുക്കും. നീട്ടിവെക്കൽ ശീലം അവർക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ കളയുന്നതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധൂർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്, ബ്രയാൻ ട്രേസി വിശേഷിപ്പിക്കുന്നത്, ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് എന്ന ഈ ഗ്രന്ഥത്തിന്റെ ലോകപ്രശസ്തമായ ഈ ഗ്രന്ഥം, അതായത് 32 ഭാഷകളിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ 52 രാജ്യങ്ങളിൽ ഇതിന്റെ വിൽപ്പന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ബുക്കിലൂടെ പറയുന്നത് ഏറ്റവും വലിയ ധൂർത്ത്, മനുഷ്യന്റെ ഏറ്റവും വലിയ ധൂർത്ത് എന്ന് പറയുന്നത് സമയത്തിനെ വെറുതെ കളയുക എന്നുള്ളതാണ് ഇവിടെ ബ്രയാൻ ട്രേസി പറയുന്നത്. ഈ ബുക്ക് ആദ്യമായിട്ട് പ്രസാധനം ചെയ്യപ്പെടുന്നത്, അല്ലെ ആദ്യമായി പുറത്തിറക്കുന്നത് 2003-ലാണ്. അതിനുശേഷം പിന്നീട് 2ാം പതിപ്പ് ആണിപ്പോൾ വിൽപ്പനയിലുള്ളത്. മൂന്നാം പതിപ്പിലേക്ക് വരും. കാരണം ആദ്യത്തെ പതിപ്പ് തന്നെ വളരെയധികം കോപ്പികളാണ്, എണ്ണം കൂടുതൽ അടിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പതിപ്പ് വിറ്റ് തീരാൻ കുറെ അധികം സമയങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു വർഷത്തില് ഏതാണ്ട് 5000-ഓളം പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഈ ബ്രയാൻ ട്രേസി. അതെല്ലാം തന്നെ ഈ ഒരു പ്രചോദക പ്രഭാഷണം അല്ലെങ്കിൽ ലൈഫ് കോച്ച്, ജീവനകലയെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ പോകുക. അത് 5000-ത്തിലധികം തവണ, അത് 54 രാജ്യങ്ങളിലായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ദിവസം നടക്കുന്നത്. അതിൽ ഓരോ വർഷവും കുറഞ്ഞത് 25,000 പേരോടെങ്കിലും ഇദ്ദേഹം സംവദിക്കാറുണ്ട് ഓരോ വർഷവും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അവകാശപ്പെടുന്നത്.
ഇവിടെയെല്ലാം അടിവരയിട്ടുകൊണ്ട് ബ്രയാൻ ട്രേസി പറയുന്നത്, ലക്ഷ്യമുണ്ടെങ്കിൽ, എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം, ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യത്തെ നിങ്ങൾ കൃത്യമായി എഴുതി വെക്കൂ എന്നുള്ളതാണ് ബ്രയാൻ ട്രേസി പറയുന്നത്. ആ ലക്ഷ്യം നേടുവാൻ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിനായി പ്രവർത്തിക്കുക. പക്ഷെ ഇത് കൃത്യമായ ലക്ഷ്യമായിരിക്കണം, അളക്കാവുന്നതായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, കൃത്യമായ ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇത്ര ദിവസം തീയതിക്കുള്ളിൽ വേണം, ഞാനത് പൂർത്തീകരിക്കുമെന്നൊക്കെ നമുക്ക് കൃത്യമായി എഴുതി വെക്കാൻ കഴിയണം എന്ന് പറയും. അപ്പോൾ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബുക്കിലേക്ക് തുടങ്ങുന്നേ ഉള്ളൂ, കിടക്കുന്നു, കുറച്ച് ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഇതിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ലോകത്തിലെ അല്ലെങ്കിൽ ഇന്നുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരിൽ, പ്രചോദക പ്രഭാഷകരിൽ ഭൂരിപക്ഷം ആളുകളും ഏതാണ്ട് ഈ ബുക്കിലെ ടിപ്സുകളും ടൂളുകളുമാണ് കൂടുതൽ ഇവരുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ആക്ടിവിറ്റികൾക്കായിട്ട് ഉപയോഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ എഴുതുന്ന ശീലം തന്നെ ഈ ഗോൾസ് എന്ന ഈ ബുക്കിൽ നിന്നിട്ടാണ് ലോകം ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ വിജയം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. മറ്റു പല കാര്യങ്ങളും നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, അല്ലെ വിജയത്തിലേക്ക് പോകുമ്പോൾ, മറ്റൊരുപാട് കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലപ്പോൾ അഭിപ്രായങ്ങളുടെ രൂപത്തിലാകാം, അല്ലെ വിമർശനങ്ങളുടെ രൂപത്തിലാകാം, പ്രചോദനങ്ങളുടെ രൂപത്തിലാകാം, നമ്മളെ പ്രചോദിപ്പിക്കുന്നവരും ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇവിടെയെല്ലാം ലക്ഷ്യം എന്നുള്ളതാണ് വിജയം, അല്ലെങ്കിൽ വിജയം എന്നുള്ളതാണ് ലക്ഷ്യം. ബാക്കിയെല്ലാം തന്നെ, വിജയം എന്ന് പറയുന്നത് ലക്ഷ്യമാണ്, ബാക്കി അതിനോടനുബന്ധിച്ച് വരുന്നതൊക്കെ കേവലം കമന്ററികൾ മാത്രമാണ്, കേവല അഭിപ്രായങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊരു ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കമന്ററി മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക് അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ വിജയമാണ് യഥാർത്ഥ ലക്ഷ്യം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രയാൻ ട്രേസി ഈ ബുക്കിലൂടെ ഉദ്ഘോഷിക്കുന്നത്, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ ബുക്ക് ആധികാരികമായി പഠിച്ച്, അല്ലെ കൂടുതലായി പഠിച്ച് ഇതിലെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി തുടക്കത്തിലെ ബ്രയാൻ ട്രേസി പറയുന്നുണ്ട്. നമ്മൾ ആരെയെങ്കിലും ഒക്കെ പിന്തുടർന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും തന്നെ ആരെയെങ്കിലും ഒക്കെ പിന്തുടരുന്നവരാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ സ്വാധീനങ്ങൾ എല്ലാവരിലും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം ഒന്നും സ്വന്തമായിട്ടൊന്നും ഉരുത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു ബുക്കിൽ പറഞ്ഞതുപോലെ 6-ാം ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനമുള്ളവർക്കാണ് സ്വയമേവ കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ബാക്കിയെല്ലാം തന്നെ മറ്റാരുടെയെങ്കിലും പ്രചോദനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രവൃത്തിയുടെ സ്വാധീനം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുകരണത്തിന്റെ മറ്റൊരു രൂപമായിട്ടാണ് നമ്മളിതിലൂടെ പുറത്തു വരിക. അതൊരു പുതിയ വിഷയമായി വരുന്നത് നമ്മുടെ കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർക്കുമ്പോൾ അതൊരു പുതിയ വിഷയമായിട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പിന്തുടരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുവാൻ പറയുന്നു. നമ്മൾ പിന്തുടരേണ്ട, അല്ലെങ്കിൽ നമ്മളിലേക്ക് സ്വാധീനം വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട മാതൃക എന്ന് പറയുന്നത് നേതാക്കളെ ആയിരിക്കും. ലോകം അംഗീകരിച്ച, ലോകം ഉൾക്കൊള്ളുന്ന നേതാക്കളെ ആയിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്, അല്ലാതെ അണികളെ അല്ല. അണികളെ പിന്തുടർന്നാൽ നമ്മൾ അണികളായി മാറുകയുള്ളൂ. നേതാക്കളെ പിന്തുടരുമ്പോഴാണ് നമ്മൾ വിജയികൾ അല്ലെങ്കിൽ നേതാക്കൾ ആയി മാറുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ബ്രയാൻ ട്രേസിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു പ്രചോദക പ്രഭാഷകനാണ്. ഇദ്ദേഹം അനവധി പ്രഭാഷണങ്ങൾ, ഓഡിയോ ടേപ്പുകളും ഓരോ വർഷത്തിലും ഇറക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം വളരെയധികം ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് പച്ചയായ ജീവിതത്തിലൂടെ തന്നെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയതും അല്ലെങ്കിൽ ഉയർന്നു വന്നതും എന്ന് പറയാൻ കഴിയും. ഇദ്ദേഹം ഇത് കൂടാതെ ബിസിനസ്, മനഃശാസ്ത്രം, മാനേജ്മെന്റ്, വിൽപ്പന, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, മെറ്റാഫിസിക്സ്, മതം തുടങ്ങിയ ഇത്രയും വിഷയങ്ങളെ കുറിച്ചിട്ടുമൊക്കെ പ്രഭാഷണം ചെയ്യുവാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ കാലിഫോർണിയയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. കാലിഫോർണിയയിലെ സൊലാന ബീച്ചില്, സൊലാന എന്നു പേരുള്ള ഒരു
കടൽ തീരം, ബീച്ചുണ്ട്. ആ ബീച്ചിലാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസും വീടും എല്ലാം ഉള്ളത്. അപ്പൊ അവിടെ ബ്രയാൻ ട്രേസി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്. അതിന്റെ ചെയർമാനായിട്ട് കൂടിയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനത്തിൽ കൂടുതലുമായിട്ടും ചർച്ച ചെയ്യുന്ന ഇതുപോലുള്ള പ്രചോദക പ്രഭാഷണങ്ങളും പഠനങ്ങളും നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ആദ്യത്തെ അധ്യായത്തിലൂടെ തന്നെ പറയുന്നത് നമ്മൾ തുടക്കമിടുക. എന്ത് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടാലും ചിന്തിച്ചാലും ആലോചിച്ചാലും ഇതിനെക്കുറിച്ച് നമ്മൾ തുടക്കമിടണം. പലപ്പോഴും നമ്മളിലൊക്കെ സംഭവിക്കാറുള്ള ഒരു കാര്യം, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് മികച്ചവരാകണമെന്നൊക്കെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം കേവല ആഗ്രഹങ്ങളായി മാത്രം നിർത്താതെ നമ്മൾ അതിന് തുടക്കമിടുക. പലപ്പോഴും നമ്മൾ അതിന് ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് നീട്ടിവെക്കാറുണ്ട്. എനിക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർന്നിട്ട് ഞാൻ ഇതൊക്കെ തുടങ്ങുവാൻ വേണ്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വീട്ടിൽ ചില ഇഷ്യൂസ് ഉണ്ട്, ഇതൊക്കെ തീർന്നിട്ട് ഞാൻ ഇതൊക്കെ തുടങ്ങണം. അല്ലെങ്കിൽ ഈ ഒരു മാസം, കർക്കിടക മാസമല്ലേ, ഈ ഒരു സിനിമയിൽ നെടുമുടി പറഞ്ഞത് കർക്കിടകം കഴിയട്ടെ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വെയിലും മഴയും ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നീട്ടിവെക്കുന്ന ഒരു ശീലം. ഇപ്പൊ ഇവിടെ ബ്രയാൻ ട്രേസി പറയുന്നത് എത്രയും വേഗം തുടങ്ങും. ഇന്നാണെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ, ഈ നിമിഷത്തിൽ കഴിയുമെങ്കിൽ തുടങ്ങാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ചിന്ത വന്നെങ്കിൽ ഇതിന്റെ പ്രാരംഭ നടപടി ഇപ്പോൾ തന്നെ തുടങ്ങുക. കാരണം ഏറ്റവും സുന്ദരമായ നിമിഷം ഇതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ആശയം വന്നു കയറിയ ആ നിമിഷമാണ് നിങ്ങൾക്ക് തുടങ്ങുവാൻ ഏറ്റവും നല്ല നിമിഷം. കാരണം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ജോലി മുഴുവൻ അങ്ങ് തീർക്കുകയല്ല. നമ്മളൊരു വീട് പണിയാൻ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അത് ഇന്ന് തന്നെ ആരംഭിക്കുക. കാരണം അതിന്റെ പ്രാരംഭ നടപടികൾ ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നടപടി ചെയ്തുകൊണ്ട് ആ പ്രവർത്തനം പിന്നീട് പടിപടിയായി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ മനസ്സിൽ അതിന്റെ ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലൊരു അതിന്റെ ഒരു പടം നമ്മൾ സ്വപ്നം കാണും. ആ സ്വപ്നം തന്നെ അതിന്റെ ആദ്യത്തെ പടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് പ്ലാനായിട്ടൊക്കെ വരയ്ക്കാൻ ഇങ്ങനെ പോകുന്നത്. അത് ഇതിനകത്ത് പുസ്തകം തുടങ്ങുമ്പോൾ ഒലിവർ വെൽഡൻ ഹോംസിന്റെ ഒരു കോട്ട്സ് ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ഈ ലോകത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിലല്ല കാര്യം, ഏത് ദിശയിലേക്ക് നിങ്ങൾ ചലിക്കുന്നു എന്നതാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെറുതാവാം, വലുതാവാം, അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിലാവാം. എവിടെ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഏത് ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബുക്കിൽ പറഞ്ഞതാണ്. ഇതിലേക്ക് ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്തു, തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണർ ആവുക. അന്നത്തെയും ഇന്നത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ മഹാശാസ്ത്രജ്ഞനായ 1200-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് നേടിയിട്ടുള്ള തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണർ ആവുക എന്നൊരു ലക്ഷ്യം ഒരാൾ മനസ്സിൽ കണ്ടു. പക്ഷെ ആ സ്വപ്നം കണ്ട വ്യക്തി വെറും ബിഗ് സീറോ ആയിരുന്നു. ജീവിതത്തിലും സാമ്പത്തികത്തിലും എല്ലാ കാര്യത്തിലും വളരെ, വിദ്യാഭ്യാസത്തിലും ഒക്കെ വളരെ പിറകിലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് തോമസ് ആൽവ എഡിസനെ പോലുള്ള ഒരു മഹാശാസ്ത്രജ്ഞന്റെ പാർട്ട്ണർ ആവുക, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പോലുമല്ല, പാർട്ട്ണർ ആവുക, പങ്കുകാരനാവുക എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ഇദ്ദേഹം കാലിഫോർണിയയിലേക്ക് ട്രെയിൻ കയറിപ്പോയത്. ട്രെയിൻ കയറി പോകുമ്പോൾ ആ ട്രെയിൻ കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള പണം പോലും കയ്യിലില്ലായിരുന്നു. ചരക്ക് ലോറിയുടെ മുകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഇയാൾ യാത്ര ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ പൊടിപടലങ്ങൾ പിടിച്ചു. കീറിയ ഉടുപ്പും ജീൻസും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഇയാൾ പോയത്. അവിടെ ചെന്ന് ഈ നഗരത്തിലേക്ക് കാലുകുത്തുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ ആരും ഒരു ഊരുതണ്ടിയെ പോലെ ഇദ്ദേഹത്തിന് തോന്നും. ആര് കണ്ടാലും ഇദ്ദേഹം ഒരു ഊരുതണ്ടി തന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പോ പണം എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലൊരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഈ ഒരു നഗരത്തിലേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ, ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ തോമസ് ആൽവ എഡിസന്റെ പാർട്ട്ണറാണ് ഞാൻ ഈ നടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇദ്ദേഹം നടന്നു പോയത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഉദ്ധരണിയുമായിട്ട് ഇന്ന് ചേർത്ത് വെക്കുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിലല്ല, ഏത് ദിശയിലേക്ക് നിങ്ങൾ ചലിക്കുന്നു എന്നതാണ് വലിയ കാര്യം. ഈ പുസ്തകത്തിന്റെ എഴുതി തുടങ്ങുമ്പോൾ പറയുന്നു,
ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ കാലങ്ങളെ കുറിച്ച് പറയും. മുൻകാലമായിരുന്നു കുറച്ചുകൂടെ ഭേദമെന്ന് പറയും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു നാളെയെ കുറിച്ച് പറയുന്നു. അങ്ങനെ പല രീതിയിൽ കാലത്തിനെ മാറ്റി സങ്കല്പിക്കുന്നവരും, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളൊക്കെ പറയുന്നത് എന്താണ്? നിന്റെ മരണശേഷം നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഈ മതത്തിൽ നീ വിശ്വസിച്ചുകൊള്ളുക. മരണശേഷം നിനക്ക് സ്വർഗത്തിൽ സുഖ ലോലുപനായിട്ട് ജീവിക്കാം. നല്ല മുന്തിരിച്ചാറും സുന്ദരിമാരായ സ്ത്രീകളുമൊക്കെ ആയിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ അടുത്ത ലോകത്ത്, ഈ ജന്മത്തിലല്ല, നിന്റെ മരണശേഷം നിനക്ക് അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇനി അതുമല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, നാളെ നമുക്ക് നല്ലൊരു ലോകം നേടാം, ഇന്ന് നമ്മൾ പണിയെടുക്കണം, നാളെ നമ്മൾ ലോകം നേടും എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളെ നമ്മൾ കേട്ടു. പക്ഷെ ഇവിടെ ട്രേസി പറയുന്നത്, ഇന്ന് തന്നെ സ്വർഗം പണിയുക, ഈ നിമിഷത്തിൽ സ്വർഗത്തിന്റെ പണി ആരംഭിക്കുക. കാരണം സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് സുന്ദരമായ ജീവിതം ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയും. കാരണം ഇന്ന് ഉള്ളത് ക്രിയാത്മകമായിട്ടും ദൃഢനിശ്ചയത്തോടെയും ചിന്തിക്കുന്നവർക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുൻകാലത്തിനേക്കാൾ അസംഖ്യം അവസരങ്ങളുള്ള നിമിഷം അല്ലെങ്കിൽ ലോകമാണിന്നുള്ളത്. ലക്ഷ്യബോധത്തോടെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവർക്ക്, ക്രിയാത്മകമായി ചിന്തിക്കുന്നവർക്കൊക്കെ സുഖകരമായ അല്ലെ സുന്ദരമായ ജീവിതം നേടുവാൻ ഏറ്റവും പറ്റിയ അവസരം, അല്ലെ അസംഖ്യം അവസരങ്ങളുള്ള ഒരു ലോകമാണ് ഇന്നത്. കാരണം എന്ത് കാര്യത്തിനും നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് ചെന്ന് കയറുവാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെയും, ഇന്നത്തെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെയും വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു ഭാഗ്യം ഇതിന് മുൻപുള്ള ഒരു തലമുറയ്ക്ക് ഒരു പക്ഷെ കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. ഇനി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ലൊരു അവസരം വരട്ടെ, എൻ്റെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ആരംഭം കുറിക്കാം, അല്ലെങ്കിൽ ഞാനൊരു നല്ല ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചു, അതിന്റെ ഒരു സമയം വരട്ടെ, നല്ല സമയമൊക്കെ നോക്കി, ദിവസമൊക്കെ നോക്കി, മാസം ചിങ്ങമൊക്കെ ആണെന്നൊക്കെ നോക്കി, ഇങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ നീട്ടിവെക്കാറുണ്ട്. അതിന്റെ തുടക്കം എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ തുടക്കം ഇടുക. അത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത്, തുടക്കം ചിലപ്പോൾ വളരെ മോശമായതായിരിക്കാം, വളരെ ചെറിയൊരു കാര്യമായിരിക്കാം. അവിടെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതിലല്ല കാര്യം, ഇതിനെ നമ്മൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഏത് വിഷയവും തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയത് മോശമായ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ തുടക്കമിടുക. പക്ഷെ ആ തുടക്കത്തിനേക്കാൾ ഇതിന്റെയൊക്കെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഇതെവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ട്രേസി തന്നെ പറയുന്നു, ഇപ്പോൾ വിജയശ്രീ ലാളിതരായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രചോദക പ്രഭാഷകന്മാരിൽ ഒരാളായിട്ട് 2.5 ലക്ഷത്തിലധികം പേരോട് ഒരു വർഷം സംവദിക്കുന്ന, 5000-ത്തിലധികം പ്രഭാഷണങ്ങൾ ഒരു വർഷം നടത്തുന്ന ബ്രയാൻ ട്രേസി ഫൗണ്ടേഷൻ എന്ന വലിയ സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന ഈ ബ്രയാൻ ട്രേസി പറയുന്നു, 18 വയസ്സാകുമ്പോൾ പഠനം പൂർത്തിയാക്കാതെ ഞാൻ ഹൈസ്കൂൾ വിട്ടു. ഹൈസ്കൂൾ പഠനം പോലും മുഴുമിക്കാൻ ബ്രയാൻ ട്രേസിക്ക് കഴിഞ്ഞില്ല. ഒരു ചെറിയ ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് പാത്രം കഴുകിക്കൊണ്ടായിരുന്നു തന്റെ ജോലിയുടെ തുടക്കം. ആ തുടക്കം നമുക്ക് കേൾക്കുമ്പോൾ വളരെ മോശമായൊരു തുടക്കം. ഒരു ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് പോയിരുന്നു പാത്രം കഴുകുക, വളരെ മോശമായ ജോലി അല്ലെ? ഇന്നാണെങ്കിൽ ബംഗാളികളെയൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ, മറ്റുള്ള ആരെയും ഒന്നും ചിലപ്പോൾ ഒരു വർഷം കിട്ടിയിരുന്നില്ല. അത്തരം ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് ആണ് ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം കാറുകൾ കഴുകുന്ന ജോലിയിലേക്ക് പോയി. കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് കിട്ടാവുന്ന ഉദ്യോഗം ഇതൊക്കെയാണ്: പാത്രം കഴുകുക, അല്ലെങ്കിൽ കാറുകൾ കഴുകുക, അല്ലെങ്കിൽ പിന്നീട് വലിയ വീടുകളിലേക്ക് തറ വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള ജോലികളിലൊക്കെയാണ് ഇദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് വരുമാനം കുറവ് എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം കൂടുതൽ കഠിനാധ്വാനമുള്ള, ശാരീരികമായിട്ട് അധ്വാനം കൂടുതലുള്ള ജോലികളിലേക്ക് കയറുന്നു. വലിയ മരം മുറിക്കുന്ന തടിമില്ലുകളിലേക്ക് ഇദ്ദേഹം ജോലി. അത് ശാരീരികമായിട്ട് അല്പം അധ്വാനം കൂടുതലുള്ള ജോലിയാണ്. അതുപോലെ കൃഷിയിടങ്ങളിൽ പണിയെടുത്തു, വിളവെടുപ്പിനും മറ്റ് വളമിടലിനും
അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കൃഷി ജോലികളിൽ ഇദ്ദേഹം ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്ന നിർമ്മാണ തൊഴിലാളിയായിട്ട് ഇദ്ദേഹം മാറി. ഇതെല്ലാം തന്നെ ശാരീരികമായിട്ട് അധ്വാനമുള്ള ജോലിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന് വരുമാനം കൂടുതൽ കിട്ടുന്ന ജോലികളാണ്. കാരണം അധികം പേര് ഈ ഒരു തൊഴിലിലേക്ക് ഇന്ന് നമുക്കറിയാം കെട്ടിടം പണിയിലേക്ക് പുതിയതായിട്ട് വരുന്നവർ തുലവും കുറവാണ്. അല്ലെങ്കിൽ മരം മുറിക്കുന്ന ജോലിയിലേക്ക് പോകുന്നവർ ഇനിയിപ്പോൾ ഒരുപക്ഷെ മുന്നോട്ട് വരുമ്പോൾ അതിനൊന്നും ആളുകൾ ഉണ്ടാവുകയും. ഇതുപോലെ വരുന്ന ഒരു മേഖലയിൽ ഒരാൾ പുതുതായി ചുവട് വെച്ചാൽ അയാൾക്ക് എത്ര രൂപയാണ് ഇദ്ദേഹം ശമ്പളം ചോദിക്കുന്നത്, അത്രയും ശമ്പളം കിട്ടും. കാരണം അതിന്റെ അവൈലബിലിറ്റി കുറവാണ്. പലപ്പോഴും നമ്മൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകൾ, അതായത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന സൈറ്റുകൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നവരാണ്. ഓൺലൈൻ സെയില് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങുന്നവരാണ്. അപ്പൊ അങ്ങനെ അനവധി, ഇപ്പൊ ആമസോണിന്റെ തൊട്ടു പിന്നാലെ ആമസോൺ എന്നൊരു കമ്പനിയാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പലരും ഇവരെ പരിഹസിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു പ്ലാറ്റ്ഫോം. കാരണം സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും നിർമ്മിക്കുന്നത്, സ്വന്തമായിട്ട് ഒരു ഉൽപ്പന്നം പോലും ഇല്ലാത്തൊരു കമ്പനിയാണ് ആമസോൺ. പക്ഷെ ഇന്ന് ലോകത്തിലുള്ള ഏത് കാര്യങ്ങളും ഇവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ആർക്കും യഥേഷ്ടം വാങ്ങുവാൻ കഴിയും. ലോകത്ത് എവിടെ ഇരുന്നും വാങ്ങുവാൻ കഴിയും. അപ്പൊ അന്ന് തുടങ്ങിയപ്പോൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ നടക്കുന്നതാണോ, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങുമോ? കാരണം കടയിൽ പോയി സാധനമൊക്കെ കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് ആളുകൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് പ്രത്യേകിച്ച് കുറച്ച് പല പല വിദേശ രാജ്യത്ത് ഇത് ആദ്യം വിജയിച്ചു. പിന്നീട് വിജയിച്ചു വന്നപ്പോഴാണ് ഒരു മഹാമാരി നമ്മുടെ അടുത്തേക്ക് വരിക. കോവിഡ് എന്ന പേരിൽ ഒരു സാധനം വന്നു. ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു കച്ചവടത്തിന് ഇനി സ്കോപ്പ് ഉള്ളൂ എന്നൊരു നിലയിലേക്ക് വന്നു. ഓൺലൈനിൽ കൂടെ സാധനം ഓർഡർ ചെയ്യുക, വാങ്ങുക. കാരണം വീട്ടിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സാധനം ഓർഡർ ചെയ്യുക, നമ്മൾ ഇരിക്കുന്നിടത്ത് സാധനം എത്തിച്ചു തരാൻ ആളുണ്ട്. ആ രീതിയിലേക്ക് മാറിയപ്പോൾ ജെഫ് ബെസൂസ എന്ന ഇതിന്റെ ആമസോണിന്റെ ഉടമ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 കോടീശ്വരൻ, ഏറ്റവും വലിയ കോടീശ്വരനിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഈ ജെഫ് ബെസൂസയാണ്. ഏറ്റവും ആസ്തിയുള്ള മനുഷ്യൻ എന്നായിരുന്നു. ആ ഒരു തലത്തിലേക്ക് വളർന്നു. ഇതിന്റെ വളർച്ചയ്ക്ക് പിന്നാലെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ അതുപോലുള്ള അനവധി സൈറ്റുകൾ പുതിയതായിട്ട് ഉദയം ചെയ്തു. കാരണം ഒരു കാര്യം വിജയിക്കുമ്പോൾ അതിനെ അനുകരിക്കുന്നവരുടെ എണ്ണം കൂടും. ഏതെങ്കിലും ഒരു ആശയം വിജയിക്കുമ്പോൾ ഇതിന്റെ സ്വാധീനം ഉൾക്കൊള്ളുന്ന അനവധി ആളുകളുണ്ടാവും. വിജയത്തിന്റെ പിന്നാലെയാണ് ആളുകൾക്ക്. കാരണം വെളിച്ചമുള്ളിടത്തേക്കാണ് പ്രാണികൾ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞത്. അങ്ങനെ അനവധി ആളുകളൊക്കെ ഇത് ചെയ്യുവാനൊക്കെ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ തുടക്കം വളരെ മോശമായ സ്ഥിതിയിൽ. പക്ഷെ തുടങ്ങി വെച്ചു, അതിന് ചെയ്തു, നന്നായിട്ട് വിജയിപ്പിച്ചു. പക്ഷെ അങ്ങനെ അനവധി സൈറ്റുകൾ ഉണ്ടെങ്കിലും മറ്റ് ചില അപൂർവമായിട്ട് കാണുന്ന പെപ്പർ ഫ്രൈ എന്നോ അല്ലെങ്കിൽ വിസ്റ്റ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ ചില സൈറ്റുകൾ ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കാണും. ആ സൈറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രൊഡക്റ്റുകൾ, അതിന്റെ ഉള്ളിൽ ചില പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റുകൾ മറ്റൊരു സൈറ്റുകളിലും കിട്ടത്തില്ല. ആമസോണിലാവട്ടെ ഫ്ലിപ്കാർട്ടിലാവട്ടെ, ലോകത്തിലെ ഏത് സാധനവും വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആമസോണിലെ ഫ്ലിപ്കാർട്ടിലോ ഒന്നിലും കിട്ടില്ല. ഈ ഒരു പ്രത്യേക സൈറ്റുകളിൽ മാത്രം ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ ലഭ്യത കുറവായതുകൊണ്ട് അതിന്റെ വിലയും വളരെ കൂടുതലാണ്. വളരെയധികം പ്രോഫിറ്റോട് കൂടിയാണ്. ഇപ്പൊ 200 രൂപ മുതൽ മുടക്ക് വരുന്ന സാധനം സാധാരണഗതിയിൽ ഒരാൾ വിൽക്കുകയാണെങ്കിൽ കൂടി വന്നത് 50 രൂപ ലാഭം, 250 രൂപയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ 300 രൂപയ്ക്ക്. മറ്റ് റീറ്റെയിൽ ഡീലർമാർക്കും എല്ലാം കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ വീതം വെച്ച് കൊടുക്കുമ്പോൾ ഒരു 300 രൂപ വിലയ്ക്കായിരിക്കും മാക്സിമം. പക്ഷെ ഇവിടെ 200 രൂപയുടെ പ്രൊഡക്റ്റ് 1200 1000വും പ്രോഫിറ്റ് കിട്ടുന്ന രീതി. കാരണം അതിന്റെ അവൈലബിലിറ്റി കുറവ് എന്നൊരു സ്ട്രാറ്റജിയാണ് അവിടെ പ്രയോഗിച്ചത്. മറ്റെങ്ങും കിട്ടാനില്ലാത്തൊരു സാധനമാകുമ്പോൾ അത് ഇവിടെ തന്നെ വന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ ആളുകളുണ്ടാകുമ്പോൾ ഈ പറയുന്ന വിലയ്ക്ക് തന്നെ ആളുകൾ വാങ്ങിക്കും. ഇങ്ങനെ അവൈലബിലിറ്റി കുറയുമ്പോൾ അതിന്റെ വില കൂടും എന്ന് പറഞ്ഞതുപോലെ പല ജോലികളിൽ ഇദ്ദേഹം ഏർപ്പെട്ടു. കഠിനമായ ഇത്തരം അധ്വാനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ആ ജോലിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. കാരണം ഈ ജോലിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. വിളവെടുപ്പിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വിളവെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ ജോലി തീർന്നു, പിന്നെ അടുത്ത ജോലിക്ക് പോകണം. മരം മുറിക്കലാകുമ്പോൾ ഒരു പ്രത്യേക വനത്തിലെ ഒരു കൂപ്പ ലേലം പിടിച്ച് അതിന്റെ മരം മുഴുവൻ വെട്ടിത്തീരുമ്പോൾ
ആ ജോലി തീർന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നിർമ്മാണ മേഖലയിലാണെങ്കിൽ ചില കെട്ടിടങ്ങളുടെ പണി കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷകാലം വരുമ്പോൾ ജോലി ഇല്ലാതാവും. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത ജോലികളിൽ ഇദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ആ ജോലിയിൽ നിന്ന് മാറി കുറച്ചുകൂടി മാന്യത തനിക്ക് ലഭിക്കേണ്ട ജോലി എന്ന് കരുതി ഇദ്ദേഹം സെയിൽസിലേക്ക് പോയി. വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് ഇദ്ദേഹം ജോലിക്ക് കയറി. തുടക്കത്തിൽ ഇദ്ദേഹം അവിടെ തൂപ്പുകാരനായും ഒക്കെ ജോലി ചെയ്യേണ്ടി വന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ പറയാൻ അല്ലെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കുറവായിരുന്നതുകൊണ്ട് തൂപ്പുകാരനായിട്ട് കയറി. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം മറ്റ് സെയിൽസ്മാൻമാരുടെ വിൽപ്പനകളുടെ തന്ത്രങ്ങളെ കണ്ടുപഠിച്ച് ഇദ്ദേഹം ആ ഒരു ജോലിയിൽ ഇദ്ദേഹത്തിന് ട്രെയിനിങ്ങിന് എങ്കിലും കയറ്റാമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കയറി. ഇദ്ദേഹം അവിടുത്തെ ഒരു സെയിൽസ് ട്രെയിനി ആയി, പിന്നീട് സെയിൽസ്മാനായി. കാരണം ഇദ്ദേഹം ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചപ്പോൾ സെയിൽസ്മാൻ എന്ന പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നോക്കാതെ ഇദ്ദേഹത്തിന് അവിടെ ജോലി കൊടുത്തു. കാരണം ആ കമ്പനിയെ സംബന്ധിച്ചോളം സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് വളരെ ഭംഗിയായിട്ട് ഇയാൾ ചെയ്യുന്നുകൊണ്ട് ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് മറ്റുള്ളവരെ അത്ര ശമ്പളവും ഇദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ആ ഒരു അവസരം കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ ഇദ്ദേഹം കമ്പനിയിലെ സെയിൽസ്മാൻ ആയിട്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം അതുവരെ പരീക്ഷിച്ച മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പറഞ്ഞൊരു മാർഗം പരീക്ഷിക്കും. അതായത് പേപ്പർ എടുത്തു വെച്ച് താൻ ഒരു ലക്ഷ്യം എഴുതി വെച്ചു. ഇവിടെ ബ്രയാൻ ട്രേസി ഏറ്റവും അടിവരയിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ നിങ്ങൾ എഴുതി വെക്കണമെന്നാണ്. ട്രേസി ആദ്യം പരീക്ഷിച്ച് വിജയിച്ച കാര്യം പേപ്പർ എടുത്ത് തന്റെ ലക്ഷ്യം എഴുതി വെച്ചു. പക്ഷെ ആ ലക്ഷ്യം കേട്ടാൽ അത് അല്പം അതിക്രമമെന്ന് തോന്നുന്നാൽ മറ്റാര് വായിച്ചാലും, ട്രേസി ഒഴികെ എഴുതിയ ആൾ ഒഴികെ മറ്റാര് വായിച്ചാലും അല്പം അതിക്രമമായ ഒരു ലക്ഷ്യമല്ലേ, അല്ലെങ്കിൽ അതിക്രമമായിട്ടുള്ള ഒരു സ്വല്പം അതിമോഹമല്ലേ മോനെ എന്ന് ചോദിക്കുന്ന പോലെ ഒരു അതിമോഹമാണ് ഇയാൾ. കാരണം അന്ന് വെറും $200 മാസം ശമ്പളമായി വരുമാനമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എഴുതുകയാണ് എനിക്ക് $1000 മാസത്തിൽ സമ്പാദിക്കണം. വളരെ കഠിനമാണ്. കാരണം 200-ൽ നിന്ന് 1000-ലേക്ക് വളരെ ദൂരമുണ്ട്. 200 എന്നുള്ളത് ചിലപ്പോൾ $250 അല്ലെങ്കിൽ $300 എന്നൊക്കെ ആഗ്രഹിച്ചാൽ അതൊരു ന്യായമായ കാര്യം എന്നാരും പറയും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ എഴുതുകയാണ് 200 നിൽക്കുന്നവൻ പെട്ടെന്ന് 1000-ലേക്ക് വളരുക. ഇദ്ദേഹം എഴുതി വെച്ചു. ആ പേപ്പർ പിന്നെ എവിടെ പോയെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. എഴുതി എവിടെയോ വെച്ചു, ഒരു പേപ്പർ തുമ്പിലാണ്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ 30 ദിവസം ഈ സാധനം എഴുതി 30 ദിവസം കൃത്യം കഴിഞ്ഞപ്പോഴാണ് ഈ കമ്പനി ഉടമ തന്റെ കമ്പനി മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ട് ഈ കമ്പനിയിലെ ആളുകളെയൊക്കെ പിരിച്ചുവിടുക എന്നൊരു ചടങ്ങ്. വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ പിരിച്ചുവിടുക. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ മറ്റൊരു കമ്പനിയിലെ ഉടമ, മറ്റൊരു തൊഴിലുടമ ഇതിനെ വാങ്ങിച്ചുകൊണ്ട് ഇവരിതിനെ വീണ്ടും റൺ ചെയ്യുകയാണ്. ഇങ്ങനെ വാങ്ങിയപ്പോഴാണ് ഈ പുതിയ കമ്പനി ഉടമ ഇദ്ദേഹത്തെ ഒരിക്കൽ വീട്ടിലേക്ക് വിളിച്ചു. ഈ ബ്രയാൻ ട്രേസി എന്ന അവിടുത്തെ സെയിൽസ്മാൻ എന്ന വ്യക്തിയെ, അതെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ള, ക്വാളിഫിക്കേഷൻ മറ്റുള്ള സെയിൽസ്മാൻമാരെ കുറവുള്ള ഇയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു, നിങ്ങളുടെ സെയിൽസ്, നിങ്ങളുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ഞാനിപ്പോൾ എൻ്റെ പുതിയ കമ്പനി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എനിക്കിത് പുതിയ കമ്പനിയാണ്, നിങ്ങൾക്കത് പഴയതായിരിക്കാം. ഞാൻ ആ കമ്പനിയിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു ഓഫർ നിങ്ങളിലേക്ക് വെക്കുന്നു. നിങ്ങൾ ആ കമ്പനിയിലെ സെയിൽസ്മാൻമാരുടെ, വിൽപ്പന നടത്തുന്ന ആളുകളുടെ മേധാവിയായിട്ട് നിങ്ങളെ ഞാൻ അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ശമ്പളമായി $1000 അടുത്ത മാസം. കാരണം എഴുതി വെച്ച് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നം പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ $200 വാങ്ങിയിരുന്ന വ്യക്തിക്ക് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ $1000 ജോലിയിലേക്ക് അതേ കമ്പനിയിൽ തന്നെ തുടരാൻ അവസരം കിട്ടും. അതാണ് ട്രേസി ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും തന്റെ പ്രഭാഷണങ്ങളിൽ ആദ്യം പറഞ്ഞത്. ലക്ഷ്യമുണ്ടായിരിക്കണം, ലക്ഷ്യത്തെ കൃത്യമായി എഴുതി വെക്കണം. ആ എഴുതി വെച്ചതിന്റെ ഫലമായിട്ട് ഇദ്ദേഹം വിശ്വസിക്കുന്നത് അതാണ്. അങ്ങനെ ഇദ്ദേഹം അതിന്റെ മേധാവിയായി. കാരണം തുടക്കത്തിൽ ഇദ്ദേഹം സ്വയം വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നിട്ട് ഇദ്ദേഹം വിൽക്കുന്ന ആളുകളുടെ മേധാവിയായി. കാരണം ഇദ്ദേഹത്തിന് വേണ്ടി വിൽക്കുന്ന ആളുകൾ കുറെ പേര് അണ്ടറിലുണ്ടായി. വീണ്ടും അവിടെ നിന്നും വളരുമ്പോൾ, തന്റെ തന്ത്രങ്ങൾ കൂടുതൽ വിജയിക്കുമ്പോൾ അവിടെ നിന്നും വളരും. കാരണം ഈ തനിക്ക് താഴെ വിൽക്കുന്നവർ ഉണ്ട്, അവർക്ക് താഴെയും കൂടുതൽ വിൽപ്പനക്കാർ വന്നു. അങ്ങനെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വരുമാനം $1000 നിന്ന് വർദ്ധിക്കുവാൻ.
ഇങ്ങനെ ഇദ്ദേഹം ക്രമേണ വളർന്നു തുടങ്ങി. പിന്നീട് വീണ്ടും ലക്ഷ്യങ്ങൾ നമ്മുടെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. പലരും പറയും ലക്ഷ്യങ്ങൾ എനിക്ക് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളായിരിക്കും വരിക. പ്രത്യേകിച്ച് ഈ ബുക്കിൽ പറയുന്നതല്ല, തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലാണെന്ന് തോന്നുന്നു, പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുക മധുരമുള്ള പലഹാരങ്ങൾ കിട്ടുക എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം അതൊക്കെ ഉള്ളൂ. കൊച്ചു കുട്ടിയായിരിക്കും, മധുരമുള്ള പലഹാരം കിട്ടുക, അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് പാർക്കിൽ കളിക്കാൻ പോവുക, ഇതൊക്കെയായിരിക്കും നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ. കുറച്ചുകൂടെ പ്രായമായി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും സുന്ദരിയോ സുന്ദരനായ കുട്ടിയുമായി ചങ്ങാത്തത്തിലാവുക, ഇഷ്ടപ്പെടുക, പ്രണയത്തിലാവുക, അതൊക്കെയായിരിക്കും പിന്നീടുള്ള ഒരു കൗമാരത്തിലെ ലക്ഷ്യം. ഇതും കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നല്ലൊരു ജോലി നേടുക എന്നുള്ളതൊക്കെ ആയിരിക്കാം ലക്ഷ്യം. നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടാക്കുക. ഇതും കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ പ്രായം എത്തുമ്പോൾ നല്ലൊരു വീട് പണിയുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. ഇങ്ങനെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ വീടും പണിത് കുട്ടികളൊക്കെ പ്രായമായി, പെൺമക്കളോ ആൺമക്കളോ ഒക്കെ ആണെങ്കിൽ ഇവർ പ്രായമായി കഴിയുമ്പോൾ പിന്നെ അടുത്ത ലക്ഷ്യം ഇവരെയൊക്കെ മാന്യമായിട്ടൊന്ന് വിവാഹം ചെയ്തയക്കുക, സ്വസ്ഥമായി ഞാൻ എന്നുള്ള രീതിയൊക്കെ ആയിരിക്കും പിന്നീട് ഇതും കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും വിശ്രമ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുക. ചിലപ്പോൾ വാനപ്രസ്ഥത്തിലേക്കൊക്കെ കടന്ന് അല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്ക് ലയിച്ച് അങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കാം കുറച്ചുകൂടി പ്രായം കഴിയുമ്പോഴുള്ള സ്വപ്നം. ഈ പറഞ്ഞു വന്നത് ഓരോ പ്രായത്തിലും നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രേസിയുടെ ആദ്യത്തെ ലക്ഷ്യം $1000 സമ്പാദിക്കുന്ന വ്യക്തി എന്നാണെങ്കിൽ ആ $1000 നേടിക്കഴിയുമ്പോൾ, അവിടെ പലപ്പോഴും പറയുന്നത് ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ പിന്നെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് എടുത്തു വെക്കണമെന്നാണ് പല പ്രചോദക പ്രഭാഷകരും പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വളരെ ചെറിയൊരു കുഗ്രാമത്തിലാണ്, ചെറിയൊരു നാട്ടിൻ പുറത്ത് നമ്മൾ താമസിക്കും. അപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം കഴിവുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നല്ല മികച്ച ആളായിട്ടൊക്കെ നിൽക്കുകയാണ്. അവിടെ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒന്നാമനായിട്ട്, ഇപ്പൊ ആദ്യം കാർ വാങ്ങുന്നവനോ അല്ലെങ്കിൽ ആദ്യം വീട് പെയിന്റ് ചെയ്യുന്നവനോ അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മളാണ് അവിടെ ഒരു മികച്ചവനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുക പിറ്റേന്ന് തന്നെ നിങ്ങൾ ആ നാട്ടിൽ നിന്ന് സ്ഥലം മാറാനാണ് പറയുക. കാരണം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ രാജാവാണ്, എല്ലാത്തിലും മികച്ചവനാണ്. കാരണം അവിടെ ഉള്ളത് നമ്മളെക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ അവിടെ രാജാവായിട്ട് നിൽക്കും, നമുക്കത് നല്ല സന്തോഷകരമായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മൾ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു ബിഗ് സീറോ ആയിരിക്കാം. കാരണം നമ്മളെക്കാൾ മികച്ച ആളുകളും കഴിവുറ്റവരും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ അവിടെ ബിഗ് സീറോ ആയിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറുകയാണെങ്കിലേ ഉള്ളൂ നമുക്ക് വീണ്ടും വളരുവാനുള്ള പ്രചോദനം. കാരണം അതൊരു കോംപ്ലക്സ് അടിക്കുകയാണ്, നമുക്കൊരു അപകർഷതാബോധം തോന്നുകയാണ്. അതിൽ നിന്ന് നമുക്ക് വളരാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഉയർച്ച താഴ്ചകളിലൂടെ പോകുന്ന ഈ ഒരു ലോകത്തില് ഇദ്ദേഹം ഉയർന്നു വന്നപ്പോ അങ്ങനെ ഈ ഓരോ ലക്ഷ്യങ്ങളും ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. ആദ്യം $1000 ആയിരുന്നു ലക്ഷ്യമെങ്കിൽ പിന്നീട് അതിന്റെ തുക വർദ്ധിച്ചു. ഒരു കാർ വാങ്ങുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങളും ഇദ്ദേഹം എഴുതി വെച്ചു. ഇതെല്ലാം തന്നെ സമയബന്ധിതമായിട്ടാണ് ഇദ്ദേഹം എഴുതി വെച്ചത്. കാരണം ഇത്ര നാൾക്കുള്ളിൽ എനിക്കത് നേടണമെന്നാണ്. കാരണം $1000 കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചത് ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തെ ശമ്പളം എനിക്ക് $1000 എത്തണമെന്ന് എഴുതി വെച്ചപ്പോഴാണ് ഇതുപോലൊരു അത്ഭുതം അവിടെ സംഭവിച്ചത്. അതുപോലെ ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി ഇദ്ദേഹം എഴുതി വെച്ചുകൊണ്ട് ഇത് ഓരോന്നോരോന്നായി വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു അഭൗമമായ ശക്തിവിശേഷം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിനെ പുറത്തെടുക്കാൻ ഭൂരിപക്ഷം ആളുകളും ശ്രമിക്കാറില്ല, നടക്കാറില്ല. 97% പേരും ഇത് ചെയ്യുവാറില്ല. 3% പേരുമാണ് അവന്റെ ഉള്ളിലെ അവനെ തന്നെ കണ്ടെത്തുക. നീ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെടുക്കുന്നവര് വളരെ കുറച്ചു പേർ മാത്രം. അതുകൊണ്ടാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭൂരിപക്ഷവും കൈയടക്കിയിരിക്കുന്നത് ഒരു 3% പേരിൽ മാത്രമാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇവരാണ് ഇവരുടെ ഉള്ളിലെ പവറിനെ കണ്ടെത്തുക. അപ്പൊ ആ പവർ കണ്ടെത്തി കഴിയുമ്പോൾ അവർക്ക് ഏത് വിധേയനെയും സമ്പന്നരോ അല്ലെങ്കിൽ വിജയികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നേട്ടം കൈവരിക്കുന്നവരോ ആയി മാറുവാൻ കഴിയും. ആ ഒരു കഴിവ് സ്വയം മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. അപ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്
മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയെയാണ് പറയുക. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയൊരു ശക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് ട്രേസിയുടെ പറയും. അപ്പൊ അത് എന്റെ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ കുറച്ചുകൂടെ ലളിതമാകും. അത് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിൽ കാണുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കാണുക. ശരിക്കും ഇന്നത്തെ ലോകം ഒരു മനുഷ്യനിർമ്മിത ലോകമാണെന്ന് പറയാം അല്ലെ. നമ്മൾ കാണുന്ന വീടുകൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, അല്ലെങ്കിൽ റോഡുകള്, നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രാജ്യത്ത് നിന്ന് മണിക്കൂറുകൾ കൊണ്ട് അടുത്ത രാജ്യത്തെത്താൻ കഴിയുന്ന ഫ്ലൈറ്റുകൾ, വിമാനങ്ങൾ, അന്യഗ്രഹത്തിലേക്ക് തന്നെ പോകാൻ കഴിയുന്ന റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചലച്ചിത്രം കാണാൻ കഴിയുന്ന സാറ്റലൈറ്റുകൾ, ഇതെല്ലാം തന്നെ മനുഷ്യനിർമ്മിതം. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഉത്ഭവിച്ച ഒരു ത്രെഡാണ്. അല്ല, വിമാനം കണ്ടുപിടിക്കാവുന്നുള്ളത് ഒരാളുടെ അല്ല രണ്ടുപേരുടെ മനസ്സിൽ വന്നൊരു സംഗതിയാണ്. അതാണ് പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വളർന്നു വന്ന് ഇന്നിപ്പം വിമാനം എന്ന് പറയുന്നത് സർവ്വസാധാരണമായി, കൊച്ചുകുട്ടിക്ക് പോലും വിമാനം എന്ന് പറഞ്ഞത് അറിയാമെന്ന തലത്തിലേക്ക്. ഇങ്ങനെ ഓരോ ആശയങ്ങളെയും നോക്കുക, ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ചെറിയൊരു ത്രെഡ് വളർത്തുന്നതാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഈ റോഡുകൾ എന്നുള്ളത് ഒരു കാലത്തില്ലായിരുന്നു. അതേതോ ഒരു മനുഷ്യന്റെ തലയിൽ അന്നുദിച്ച ഒരു ആശയമാണ് റോഡ് പണിയുക. അതാണ് പിന്നീട് ഇന്ന് ലോകം മുഴുവൻ റോഡുകളായിട്ടും റെയിൽ പാളങ്ങളായിട്ടും അല്ലെങ്കിൽ ജലഗതാഗതം കൊണ്ട് കപ്പൽ മാർഗത്തിനുള്ള റൂട്ടുകളായിട്ടും ഒക്കെ പിന്നീട് പരിണമിച്ചു. അപ്പോൾ എല്ലാ മതങ്ങളിലെയും എല്ലാ തത്വചിന്തകളിലെയും അതിഭൗതികമായിട്ടുള്ള ശാസ്ത്രങ്ങളിലെയും ഒക്കെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ തുടക്കം ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ മാക്സിമം 2 വ്യക്തിയിൽ നിന്ന് അവരുടെയൊക്കെ തലയിൽ ഉദിച്ച ആശയങ്ങളാണ്. ഏത് മതത്തെ വേണമെങ്കിലും എടുത്തു നോക്കൂ, ഒരാളുടെ ആശയം. നമ്മളിപ്പോ സെമിറ്റിക് മതങ്ങളെ കുറിച്ച്, ക്രിസ്തു മതത്തെ കുറിച്ച് കേൾക്കുന്നു, ഇസ്ലാം മതത്തെ കുറിച്ച് കേൾക്കുന്നു. ഇതൊക്കെ തുടങ്ങിയത് ഒരാളിൽ നിന്ന്. ഇപ്പൊ ക്രിസ്തു മതത്തെ കുറിച്ച് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രൻ ക്രിസ്തു മറ്റൊരു മതവിഭാഗക്കാരനായിരുന്നു, ജൂതമതത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് ഒരു ആശയം ഉദിച്ചു, ആശയത്തെ ആളുകളിലേക്ക് എത്തിച്ചു, 100 പേരിലേക്ക് എത്തിച്ചു, 10,000 പേരിലേക്ക് എത്തിച്ചു, ലക്ഷങ്ങളായി, കോടികളായി, ലോകം മുഴുവൻ ഇപ്പോൾ അത് വ്യാപിച്ചു. പുതിയൊരു മതം അവിടെ രൂപപ്പെട്ടു. ഇതുപോലെ തന്നെ ഇസ്ലാം മതമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, മതങ്ങൾ ആകട്ടെ, തത്വചിന്തകൾ, പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇതുമൊക്കെ ഒരാളുടെ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ വരുന്ന ഒന്നിലധികം ആളുകളുടെ തലയിലുദിക്കുന്ന ആശയങ്ങളാണ് പിന്നീട് ഒരു തത്വചിന്തയായി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളായി മാറുന്നത്. ഏത് പുസ്തകം വേണമെങ്കിലും എടുത്തു നോക്കുക, നമ്മൾ ഏത് മതഗ്രന്ഥം വേണമെങ്കിലും എടുത്തു, ഏത് പ്രത്യയശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കുക, ഇതെല്ലാം തന്നെ ഒരു തലമണ്ടയിൽ നിന്ന് വന്ന സാധനങ്ങൾ. അപ്പോൾ അവിടെ എല്ലാ മതങ്ങളിലെയും തത്വചിന്തകളിലെയും അതിഭൗതിക ശാസ്ത്രങ്ങളിലെയും മനഃശാസ്ത്രത്തിലെയും വിജയങ്ങളിലെയും ഒക്കെ സത്ത എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ്, ഒരാളിൽ ഉദിച്ച ചിന്തയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ വലിയ മതങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞെങ്കിൽ, നിങ്ങൾ എന്താണോ ഭൂരിപക്ഷം സമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളതായി തന്നെ തീരും. എന്ത് കാര്യമാണോ കൂടുതൽ സമയം നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, ആ സാധനം നിങ്ങളായിത്തീർന്നിരിക്കും. നിങ്ങളുടെ ചിന്തകളിൽ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളതായി മാറും. ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്നിരിക്കും. ഏത് കാര്യമാണോ നിങ്ങൾ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുക, അത് നിങ്ങളായിത്തീരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത്. വിജയം കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എന്താണ് അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ ഈ വിജയം തന്നെയാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. നമുക്കും അതുപോലെ തന്നെ, നമ്മളൊരു കാര്യത്തെ കുറച്ച് കഴിയുമ്പോൾ വിട്ടുകളയുന്നവരാണ് വിജയത്തിലേക്ക് എത്തിച്ചേരാം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്, തിക്താനുഭവങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ആ വിഷയത്തിനെ വിട്ടുകളയും. അപ്പോൾ വിജയികളും വിജയിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, വിജയിക്കുന്ന വ്യക്തികൾ അല്ലെ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ എപ്പോഴും സന്തുഷ്ടരായിരിക്കും, എപ്പോഴും സന്തുഷ്ടരാണ്. നേരെ മറിച്ച് അസന്തുഷ്ടിയുടെ കൂടാരമാണ് വിജയിക്കാത്തവർ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്തവർ. അപ്പോൾ ഈ വിജയമില്ലാത്തവര് അല്ലെങ്കിൽ ഈ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നവര് എപ്പോഴും തന്റെ കുറ്റങ്ങൾക്ക് ആരെ പഴിചാരണം എന്ന് അന്വേഷിച്ച് നടക്കുന്നു. വിജയിക്കുന്നവരെപ്പോഴും
സന്തുഷ്ടിയോടുകൂടി സംസാരിക്കും. ഇവർക്ക് ആളുകളെ ആകർഷിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കാം, അല്ലെ ആരോട് സംസാരിക്കുവാൻ, ഇദ്ദേഹത്തോട് സംസാരിക്കുവാൻ ആർക്കും താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ വിജയിക്കാത്ത വ്യക്തികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ വിജയിക്കാത്തതിന്റെ കാരണം പലപ്പോഴും മറ്റു പലരുടെയും ചുമലിലേക്ക് ഇവരിങ്ങനെ ചാരിക്കൊണ്ട് ആരുടെ പുറത്ത് ചാരാം എന്ന് നോക്കി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നവരാണ്. അല്ലെ ഒന്നുകിൽ ഞാൻ വളർന്ന ചുറ്റുപാട്, ഞാൻ ജീവിച്ച വീട്, എൻ്റെ സമുദായം, എൻ്റെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മ, കുട്ടികൾ, ഇവരൊക്കെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പണ്ടേ എവിടെയൊക്കെ എത്തിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുറവുകൾ മറ്റാരുടെയെങ്കിലും ചുമലിൽ ചാരുന്നവരാണ് ഈ തോൽവികൾ അല്ലെങ്കിൽ അസന്തുഷ്ടരായ മനുഷ്യർ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുന്നു, വ്യക്തമായ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത് കടുത്ത മൂടൽമഞ്ഞിലൂടെ. നമുക്കിവിടെ മൂടൽമഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ അത്ര കാഠിന്യം അറിയില്ല. കടുത്ത മൂടൽമഞ്ഞുള്ള, ഇപ്പം നമ്മുടെ വിദേശത്ത് അമേരിക്കയിലോ കാലിഫോർണിയയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കടുത്ത മൂടൽമഞ്ഞിന്റെ ഉള്ളിൽ ആ സമയത്ത് ആരും പുറത്തിറങ്ങുകയില്ല. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നവനെ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വാഹനത്തെ പോലും നമുക്ക് കാണുവാൻ കഴിയില്ലാത്ത കട്ടയായ മഞ്ഞാണ്. അങ്ങനെ കടുത്ത മൂടൽമഞ്ഞിലൂടെ കാർ ഓടിക്കുന്നത് പോലെ അവ്യക്തമാണ് ഈ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്തവന്റെ ജീവിതം എന്നാണ്. എങ്ങോട്ട് ഓടണം എന്നറിയില്ല, എങ്ങോട്ടാണ് വണ്ടി തിരിക്കേണ്ടത്, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ലാത്ത ഒരു കാർ ഡ്രൈവറുടെ ഇതിന് തുല്യമാണ് വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഓടിക്കുന്ന കാറ് ചിലപ്പം നല്ല ശക്തിയുള്ള എഞ്ചിനുള്ള കാറായിരിക്കാം, അതിന്റെ മെഷീനൊക്കെ നല്ല കണ്ടീഷൻ ആയിരിക്കാം, പുതിയ മോഡലായിരിക്കാം, ഏത് റോഡുകളിലൂടെ സുഗമമായിട്ട് കടന്നു പോകുന്ന കാറായിരിക്കാം ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുക. പക്ഷെ മൂടൽമഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കാരണം അവിടെ പറയുന്നത് കൃത്യമായ ലക്ഷ്യം അദ്ദേഹത്തിന് ലക്ഷ്യബോധമില്ലാത്തത് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ശങ്കയോടുകൂടി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ ഈ കാറിന് ചുറ്റുമുള്ള മൂടൽ മഞ്ഞുകൾ ക്രമേണ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൃത്യമായ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിച്ച് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ഇതിന്റെ പ്ലാനുകൾ, പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലെ മൂടൽ മഞ്ഞ് ക്രമേണ അകന്നകന്ന് മാറി നമുക്ക് നിരത്ത് അല്ലെങ്കിൽ വഴി ദൃശ്യമാകുന്നത് കാണുവാൻ കഴിയും. ഇവിടെ ഒരു പ്രാവിന്റെ ലക്ഷ്യത്തോട് ഇതിനെ ഉപമിക്കുന്നുണ്ട്. പ്രാവിന്റെ ലക്ഷ്യം, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പ്രാവിനെയാണ് പറയുക. അപ്പൊ ഈ പ്രാവിനെ നമ്മളൊരു കൂട്ടിന്റെ ഉള്ളിൽ കയറ്റുക, പ്രാവിനെ ഒരു കൂട്ടിൽ കയറ്റുക, അതിന്റെ കൂട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് മറ്റൊരു കൂട്ടിൽ കയറ്റുക, അതിനെ ഒരു പുതപ്പിട്ട് മൂടുക, ആ കൂടിനെ മുഴുവൻ ഒരു പുതപ്പ് കൊണ്ട് കവർ ചെയ്യുക, ആ കവർ ചെയ്ത ആ കൂടിനെ ഒരു പെട്ടിക്കുള്ളിലാക്കുക, അടച്ചു കെട്ടിയൊരു പെട്ടിക്കുള്ളിലാക്കുക, ആ പെട്ടീനെ ഒരു കവർ ചെയ്ത ലോറി, കവറിങ് വാനിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് 1000 മൈൽ ദൂരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുക. മുന്നോട്ട് 1000 മൈൽ ദൂരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ വണ്ടി തുറന്ന്, ആ പെട്ടി തുറന്ന്, പുതപ്പ് മാറ്റി, ആ കൂട് തുറന്ന് പ്രാവിനെ സ്വതന്ത്രനാക്കുക, അവനെ പറത്തിവിടുക. ഇങ്ങനെ പറത്തിവിട്ട ആ പ്രാവ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു 3 വട്ടം വലം വെക്കുന്നത് കാണാൻ കഴിയും. 3 വട്ടം വലം വെച്ചിട്ട് ഇവൻ പിന്നെ ഒരു യാത്രയുണ്ട്. ഇവൻ കൃത്യമായിട്ട് ഏത് കൂട്ടിൽ നിന്ന് വന്നോ ആ കൂട്ടിൽ തന്നെ തിരികെ എത്തും. അങ്ങനെ ഒരു ശക്തി ഈ പ്രാവുകൾക്കുണ്ട്. 1000 മൈൽ അപ്പുറത്ത് ഇവൻ കാണാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വിട്ടാലും അവൻ കൃത്യമായിട്ട് അവിടെ തിരിച്ചെത്തും. ഇതേപോലുള്ള ഒരു പ്രാവിന്റെ ലക്ഷ്യബോധമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. കാരണം കൃത്യമുണ്ട്, എന്റെ ലക്ഷ്യം ഇതാണ്. കാരണം അങ്ങനെ ലക്ഷ്യമില്ലാത്ത ആളുകളെ ശ്രദ്ധിച്ചറിയും, ഇവരാണ് സർവ്വ ഏടാകൂടങ്ങളിൽ ചെന്ന് പിടിക്കുക, തലവെക്കുക. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ചെന്ന് ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കൊണ്ട് തലവെക്കും. ലക്ഷ്യബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊന്നും അവനെ ബാധിക്കുന്നതല്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഇവൻ ഇടപെടുക. ഇങ്ങനെയൊരു വ്യത്യാസം ഈ 2 വ്യക്തികളാണ്. കാരണം പിന്നീട് അവന്റെ ഈ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൽ നിന്ന് തലകൂരുക എന്നുള്ളതായിരിക്കും ഇവരുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അവിശ്വസനീയമായിട്ടുള്ള ഒരു ആശയവിനിമയ നിയന്ത്രണ സംവിധാനം, ഇപ്പൊ പ്രാവിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു നിയന്ത്രണ സംവിധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് വ്യക്തമായ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്നാണ് ട്രേസി ഇവിടെ പറഞ്ഞത്. പിന്നെ പറയുന്നു,
എന്തുകൊണ്ട് മനുഷ്യൻ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നില്ല? ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം ഏതൊരു ആളുകളും ചോദിക്കാവുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് എനിക്ക് ലക്ഷ്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തത്? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായ ലക്ഷ്യങ്ങൾ നമുക്ക് നേടണമെങ്കിൽ അതിന് ശക്തമായ ഒരു മനസ്സുണ്ടായിരിക്കണം, കൃത്യമായ നിഷ്ഠകൾ ഉണ്ടായിരിക്കണം, ജീവിതത്തിൽ അതുപോലെ ഒരു നമുക്ക് വ്യക്തമായ ഒരു ജീവിത ശൈലി ഉണ്ടായി. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് കൃത്യമായ ലക്ഷ്യമുണ്ടാവുകയും അതിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയുകയും ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ രണ്ടാമത് പറയുന്നു, കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ആളുകൾ എത്താത്തതിന്റെ കാര്യം, ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പ്രാധാന്യം പലർക്കും അറിയില്ല. ആ ലക്ഷ്യം നേടുന്നതിന്റെ പ്രാധാന്യം അറിയില്ല. ഒഴുക്കിൽ പോകുന്ന പൊങ്ങുതടി പോലെ ഒഴുകിപ്പോകാനാണ് ഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടം. കാരണം സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിനോടൊപ്പം പോകും. പിന്നെ അടുത്തതായി വരുന്നത് പരാജയ ഭീതിയുണ്ട്. നമ്മൾ ലക്ഷ്യങ്ങൾ എടുത്തു വെക്കുമ്പോൾ, അല്ലെ 10 പേരോട് വിളിച്ചു പറയുമ്പോൾ, അപ്പൊ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക മാത്രമല്ല, നമ്മൾ ആളുകളോട് തുറന്നു പറയണമെന്നുണ്ട്. കാരണം നമ്മൾ എഴുതി വെക്കാത്തതോ അല്ലെങ്കിൽ ആളുകളോട് പറയാത്തതോ ആയ ലക്ഷ്യങ്ങൾ പിന്നീട് മനസ്സിൽ തന്നെ ഇരുന്നങ്ങ് തീർന്നു പോകുകയുള്ളൂ. അപ്പൊ അവിടെ ആരോടും പറയാതിരിക്കുന്നതിന്റെ കാരണം ഒന്നീ പരാജയപ്പെടുമോ എന്നുള്ള ഭീതി ഉണ്ടാകാം, അല്ലെങ്കിൽ തിരസ്കരണ ഭയം വരും. ആരെങ്കിലുമൊക്കെ നമ്മളെ തിരസ്കരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് മാറ്റിവെക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് പലരും കൃത്യമായ ലക്ഷ്യബോധമില്ലാത്തവരായും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ബോധമില്ലാത്തവരായിട്ടും ഒക്കെ മാറുക എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ താക്കോലിരിക്കുന്നത്. മറ്റാർക്കും പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ലക്ഷ്യം എന്താണെന്നുള്ളതിന്റെ താക്കോലിരിക്കുന്നത് ആ ഓരോ വ്യക്തിയുടെയും കൈക്കുള്ളിൽ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ എത്രയും വേഗം ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് എഴുതി വെക്കുക, ഓരോ ദിവസവും അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ആത്യന്തികമായി ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ തന്റെ ലക്ഷ്യം ഇനി ഈ ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതിലേക്ക് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ആവശ്യമുള്ളത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വേഗത്തിൽ ആ ഒരു ലക്ഷ്യത്തിന്റെ സ്ഥാനങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ, തുടക്കമിടുക എന്നുള്ളതാണ്. ലക്ഷ്യങ്ങളുടെ തുടക്കമിടുക, സാധ്യതകളുടെ കെട്ടഴിക്കുക. നമുക്ക് സാധ്യതകൾ ഉണ്ടാവണം, അവിടെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഏത് ലക്ഷ്യങ്ങളും നേടാനുള്ള ജന്മസിദ്ധമായ കഴിവുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം അനുമാനിക്കണം. കാരണം ഓരോ ആളുകൾക്കും ഓരോ മേഖലയിലാണ് കഴിവ്. അതാണോ എന്റെ കഴിവ് ഉള്ള മേഖല എന്ന് ആദ്യം. ഇപ്പൊ ഇവിടെ ബ്രയാൻ ട്രേസി പല ജോലികളിൽ ഏർപ്പെട്ടെങ്കിലും അവിടെയൊന്നും വിജയിക്കാതെ അദ്ദേഹം പിന്നീട് സെയിൽസ്മാൻ എന്ന മേഖലയിലേക്ക് എത്തിയപ്പോഴാണ് ഇദ്ദേഹം വിജയിക്കാൻ തുടങ്ങിയത്. കാരണം അവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്കിൽ സെറ്റ് കിടന്നത്. ഇതുപോലെ ഓരോ ആളുകൾക്കും എവിടെയൊക്കെയാണ് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് ആ മേഖലയിലുള്ള ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കുവാൻ കഴിയും. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ ലക്ഷ്യവും ഉദ്ദേശവും എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് ഏത് എന്നതിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കുക. അതുപോലെ നമുക്കിപ്പോഴുള്ള സ്വകാര്യമായ പ്രൊഫഷണൽ ജീവിതം എങ്ങനെയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്വന്തം ചിന്തകൾ, അല്ലെ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ കൊണ്ട് എന്തുമാത്രം നിങ്ങളുടേതായ ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. അവിടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ കാര്യങ്ങൾ, അല്ലെ നമ്മുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും ഭൂരിപക്ഷം ആളുകളും ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ച് പഠിച്ചിട്ട് അവരോട് അതിനുള്ള പ്രതിവിധികളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുന്ന വലിയ ഉപദേശികളായിട്ടൊക്കെ മാറാറുണ്ട്. കാരണം നമുക്ക് വളരെ ഛേദമില്ലാത്ത ഉപകാരം പോലെ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഉപദേശം. മറ്റുള്ളവന്റെ കുറവുകളെ കണ്ടുപിടിച്ച് അതിനെ പറഞ്ഞു കൊടുക്കുക, അതിനുള്ള പ്രതിവിധിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ സമയം കൂടി സ്വന്തം കുറവുകളെ കണ്ടുപിടിച്ച് ഇതിന്റെ പ്രതിവിധികളെ അന്വേഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. പിന്നീട് പറയുന്നു, നിങ്ങൾക്ക് നേടേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങൾ എന്ത് വില കൊടുക്കും? നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനൊരു പ്രതിഫലം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ഈ പ്രതിഫലത്തിന് നിങ്ങൾ ലോകത്തിന് എന്ത് പ്രതിഫലം കൊടുക്കും? ഇങ്ങനൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമ്പാദിക്കാൻ പോകുന്ന സ്വത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ
പ്രതിഫലമായിട്ട് ലോകത്തിലേക്ക് അല്ലെ സമൂഹത്തിലേക്ക് എന്ത് കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം കൂടി എഴുതി. ചാരിറ്റി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈ ലക്ഷ്യം നേടിയെടുത്താൽ ഇതെനിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചിരിക്കണം. പിന്നീട് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം നേടുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ശങ്കയുമില്ല, അക്കാര്യത്തിൽ വിജയിക്കുമെന്ന് നിങ്ങൾ തീർത്തും ഉറപ്പാക്കാം. ഞാനിതിൽ വിജയിക്കും. ആരൊക്കെ എന്നെ പരിഹസിച്ചാലും, വീട്ടുകാരും നാട്ടുകാരും ലോകം ചുറ്റിനും നിന്ന് എന്നെ പരിഹസിച്ചാലും ഈ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ളൊരു ബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം എന്നുള്ളത് ഈ അധ്യായത്തില് ബ്രയാൻ ട്രേസി പറഞ്ഞ് അവസാനം. ഈ ഒരു ലക്ഷ്യത്തിന്റെ തുടക്കമിടുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമ്മുടെ ആചാര്യന്മാർക്കും ശ്രീനാരായണ ഗുരുദേവനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ചർച്ചകളോ ആകാവുന്നതാണ്.